Good afternoon, my dear students. Today we will start problems relating to under subscription and over subscription. Problem CD Limited issued 20,000 shares of rupees 10 each at a premium of 10%. Payments were to be made as on application rupees 5 including premium, on allotment rupees 4, on first and final call rupees 2. Applications were received for 18,000 shares and all these shares were accepted. All money was duly received. Pass necessary journal entries. ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിനകത്ത് പറഞ്ഞാൽ സി ഡി ലിമിറ്റഡ് ഇഷ്യൂഡ് 20,000 ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്ന rupees 10 each അറ്റ് എ പ്രീമിയം ഓഫ് 10%. പ്രീമിയം ഓഫ് 10% എന്ന് പറഞ്ഞാൽ rupees 10 10 രൂപയുടെ 10% എന്ന് പറയുന്നത് rupees 1. പ്രീമിയം 1 ആണ്. ആപ്ലിക്കേഷൻ മണി rupees 5 ആണ് ഇൻക്ലൂഡിങ് പ്രീമിയം. എന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ മണി 5 ഉള്ളതിനകത്ത് 1 രൂപ പ്രീമിയം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ മണി യഥാർത്ഥത്തിൽ എത്ര ആണ്? rupees 4. അതായത് 5 - 1 4. Allotment for first and final call 2. Applications were received for 18,000 shares. ഇഷ്യൂ ചെയ്യുന്ന 20,000 ഷെയർസ് ആണെങ്കിലും റിസീവ് ചെയ്യുന്ന 18,000 ഷെയർസേ ഉള്ളൂ. ദിസ് ഈസ് എ കേസ് ഓഫ് അണ്ടർ സബ്സ്ക്രിപ്ഷൻ. അതായത് ഇഷ്യൂ ചെയ്യുമ്പോൾ 20,000 ഷെയർസ് കൊടുത്തെങ്കിൽ ആ ഇഷ്യൂ ചെയ്യുന്നതിനെക്കാട്ടിൽ കുറവാണ് അക്സെപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള സബ്സ്ക്രിപ്ഷൻ പറയുന്നതാണ് അണ്ടർ സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ ആ കേസ് വരുമ്പോൾ നമുക്ക് എത്ര ഷെയർസ് ആണോ റിസീവ് ചെയ്തത് അത് വെച്ച് വേണം നമ്മളെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ. ദെൻ സ്റ്റാർട്ട് ജേർണൽ എൻട്രീസ്. ഫസ്റ്റ് ജേർണൽ എൻട്രി എല്ലാ കേസിലും മുതലേ സെയിം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ ആപ്ലിക്കേഷൻ എത്രയാണ്? 18,000 ഷെയർസ് ആണ് കിട്ടിയിരിക്കുന്നത്. അത് 18,000 × 5 90,000. സെക്കൻഡ് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ 90,000. ടു ഷെയർ ക്യാപിറ്റൽ പോർഷൻ എന്ന് പറയുന്നത് എത്രയാണുള്ളത്? rupees 5-ൽ 4 ഉള്ളൂ ക്യാപിറ്റൽ പോർഷൻ. 1 എന്ന് പറയുന്നത് പ്രീമിയമാണ്. അതുകൊണ്ട് 18,000 × 4 72,000. ദെൻ പ്രീമിയം 18,000 × 1 18,000. ദെൻ തേർഡ് ജേർണൽ എൻട്രി എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് മണി ഡ്യൂ. ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. അതായത് 18,000 ഷെയർസ് തന്നെയാണ്. 18,000 × 4 72,000. ദെൻ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് 18,000. അത് സെയിം എമൗണ്ട് തന്നെ. 18,000 × 4 72,000. ദെൻ നെക്സ്റ്റ് ജേർണൽ എൻട്രി ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. അവിടെ 18,000 × 2. അതായത് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി എന്ന് പറഞ്ഞാൽ 2 ആണ്. അതുകൊണ്ട് 18,000 × 2 36,000. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ 36,000. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തപ്പോഴും പഠിച്ചതാണ്. റിപ്പീറ്റ് ചെയ്ത് തന്നെയാണ് വരുന്നത്. ഇതേ ജേർണൽ എൻട്രീസ് രണ്ട് ജേർണൽ എൻട്രീസ് ഡ്യൂ ആകുക, റിസീവ് ചെയ്യുക, ഡ്യൂ ആകുക, എത്ര കോളിലുണ്ടോ അത്രയും വരെ ഇത് റിപ്പീറ്റ് ചെയ്താണ് വരുന്നത്. അതിൻ്റെ താഴെ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ കാണിച്ചിട്ടുണ്ട്. അതായത് പ്രീമിയം ഫേസ് വാല്യൂ 10 ആണ്. അതിൻ്റെ 10% എന്ന് പറയുന്നത് 1. പ്രീമിയം ആപ്ലിക്കേഷൻ മണിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ആപ്ലിക്കേഷൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയേ വരത്തുള്ളൂ? rupees 4 വരത്തുള്ളൂ. ദിസ് ഈസ് എ കേസ് ഓഫ് അണ്ടർ സബ്സ്ക്രിപ്ഷൻ. അതായത് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്നാണ് നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ. ഇതുപോലെ ഇഷ്യൂ ചെയ്ത ഷെയർസിനെക്കാട്ടി കുറവാണ് സബ്സ്ക്രൈബ് ചെയ്തതെങ്കിൽ നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇത്രയും ജേർണൽ എൻട്രീസ് ആയിരിക്കും അവിടെ എഴുതേണ്ടി വരിക. ഓക്കെ. ഇനി നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് നെക്സ്റ്റ് പ്രോബ്ലം റിലേറ്റിംഗ് ടു ഓവർ സബ്സ്ക്രിപ്ഷൻ. അണ്ടർ സബ്സ്ക്രിപ്ഷൻ ഷെയർസ് കുറവാണെങ്കിൽ ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതിനെക്കാട്ടിൽ കൂടുതൽ ഷെയർസാണ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പം ക്ലിയർ ആയിക്കോളും. മോഡേൺ കമ്പനി ഇഷ്യൂഡ് 50,000 ഷെയർസ് ഓഫ് rupees 10 each payable as follows. ആപ്ലിക്കേഷൻ rupees 2, allotment rupees 2, ഫസ്റ്റ് കോൾ rupees 3, ഫൈനൽ കോൾ rupees 3. 70,000 ഷെയർ ആപ്ലിക്കേഷൻസ് വെയർ റിസീവ്ഡ്. നോക്കിക്കേ, ഇഷ്യൂ ചെയ്തിരിക്കുന്ന 50,000 ഷെയർസ് അല്ലേ. അതിൽ 70,000 ഷെയർ ആപ്ലിക്കേഷനാണ് റിസീവ് ചെയ്തിരിക്കുക. അതായത് ഇഷ്യൂ ചെയ്ത 50 ആണെങ്കിൽ റിസീവ് ചെയ്തത് 70,000. അതിനെക്കാട്ടിൽ കൂടുതലാണ്. 20,000 ഷെയർസ് കൂടുതലാണ്. ദിസ് ഈസ് എ കേസ് ഓഫ് ഓവർ സബ്സ്ക്രിപ്ഷൻ. ദ എക്സസ് ആപ്ലിക്കേഷൻസ് വെർ റിജക്റ്റഡ് ആൻഡ് മണി വാസ് റീഫണ്ടഡ്. എക്സസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ എത്രയാണോ അത് റിജക്റ്റ് ചെയ്യുന്നു. അതായത് ക്യാഷ് അവർക്ക് തിരിച്ചു കൊടുക്കുന്നു. ഓൾ ദ മണീസ് വെയർ ഡ്യൂലി റിസീവ്ഡ്. ഗീവ് ജേർണൽ എൻട്രീസ്. ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി അതിൻ്റെ ജേർണൽ എൻട്രീസ് ഒന്ന് നോക്കുക. ഇതിൽ എല്ലാ കേസിലെയും പോലെ ഫസ്റ്റ് ജേർണൽ എൻട്രി എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് റിസീവ് ചെയ്തിരിക്കുന്ന എത്രയാണോ അത്രയും വേണം. അതായത് 70,000 ഷെയർസാണ് നമ്മൾ റിസീവ് ചെയ്തിരിക്കുന്നത്. 2 രൂപ ആപ്ലിക്കേഷൻ മണി. അങ്ങനെ 70,000 × 2 1,40,000.
ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ജേണൽ എൻട്രി എന്താണ്? ആപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫേർഡ് ടു ഷെയർ ക്യാപിറ്റൽ. ആ കേസിലാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റീഫണ്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആദ്യത്തെ ജേണൽ എൻട്രി എല്ലാ കേസിലും എത്ര രൂപയാണോ നമുക്ക് കിട്ടുന്നത് അതേ സെയിം അത്രയും നമ്മൾ ഷെയർസ് നോക്കുന്നത്. അപ്പോൾ 70,000 ഷെയർസിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ വന്ന് 70,000 ഇൻറ്റു 2 1,40,000 എഴുതിയത്. എന്നാൽ സെക്കൻഡ് ജേണൽ എൻട്രി വരുമ്പോൾ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ലെറ്റർ 1,40,000 ടു ഷെയർ ക്യാപിറ്റൽ, അതായത് ക്യാപിറ്റൽ പോർഷനിലോട്ട് എത്ര കൊടുത്താൽ മതി? 50,000 ഷെയർസേ നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് 50,000 ഇൻറ്റു 2 1 lakh ഷെയർ ക്യാപിറ്റൽ. റീഫണ്ട് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് ടു ബാങ്ക് 20,000 ഇൻറ്റു 2 40,000. 20,000 എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായില്ലേ? ആദ്യം ഞാൻ പറഞ്ഞിരുന്നു ടോട്ടൽ ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്ത 70,000 അതേ മൈനസ് ടോട്ടൽ ഇഷ്യൂ ഷെയർസ് അതായത് 50,000. അങ്ങനെ നമുക്ക് ബാലൻസ് 20,000 കിട്ടി. അത് റീഫണ്ട് ചെയ്തു. അതുകൊണ്ടാണ് ടു ബാങ്ക് എന്ന് പറഞ്ഞ് 20,000 ഇൻറ്റു 2 40,000 വന്നത്. ഇനി അടുത്തത് തേർഡ് ജേണൽ എൻട്രി എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ്. ഇനി എല്ലാം റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. ഡ്യൂ ആകുന്നത് റിസീവ് ചെയ്യുന്നതും. തേർഡ് ജേണൽ എൻട്രി ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഇനി മുതൽ എത്ര എഴുതിയാൽ മതി? നമ്പർ ഓഫ് ഷെയർസ് 50,000 എഴുതിയാൽ മതി. 50,000 ഇൻറ്റു 2 1 lakh. ദെൻ ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് അതും 1 lakh തന്നെ. അത്രയും കഴിഞ്ഞാൽ അടുത്തത് ഫസ്റ്റ് കോൾ മണി ഡ്യൂ. ഫസ്റ്റ് കോൾ മണി എത്ര തന്നെ എടുക്കണം? ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അതും 50,000 ഇൻറ്റു 3 1,50,000. ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ 1,50,000. ദെൻ ഫൈനൽ കോൾ മണി ഡ്യൂ. ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അവിടെ എത്ര തന്നെയാണ്? 50,000 ഇൻറ്റു 3 1,50,000. ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ഫൈനൽ കോൾ 1,50,000. ഇത്രയും ജേണൽ എൻട്രീസ് ആണ്. ഇങ്ങനെ ഓവർ സബ്സ്ക്രിപ്ഷൻ പറഞ്ഞാൽ അതായത് നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂ ചെയ്തതിനെക്കാട്ടിൽ കൂടുതലാണ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഓവർ സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയും. ഇതിനകത്ത് റീഫണ്ട് ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് ജേണൽ എൻട്രിയിൽ ടു ബാങ്ക് എന്ന് എഴുതിയത്. എന്നാൽ ചില കേസിൽ അലോട്ട്മെൻറ്റ് മണിയിലേക്ക് എടുക്കാൻ പറയുമ്പോൾ നമ്മൾ അതനുസരിച്ച് ജേണൽ എൻട്രി ചേഞ്ച് വരുത്തുന്നു. ബാക്കിയെല്ലാം സെയിം ആണ്. തേർഡ് മുതൽ 8ാമത്തെ ജേണൽ എൻട്രി വരെ സെയിം ആണ്. അതായത് ഡ്യൂ ആകുക റിസീവ് ചെയ്യുന്ന നമ്മൾ സാധാരണ പോലെ ചെയ്യുന്ന പോലെ തന്നെ ഇത്രയും ജേണൽ എൻട്രീസ് റിപ്പീറ്റ് ചെയ്തായിരിക്കും വരുന്നത്. ഓക്കെ താങ്ക്സ്.